Hello dears. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എല്ലാ മക്കളും നേരിടുന്ന ഒരു വലിയ കൺഫ്യൂസിംഗ് പാർട്ടാണ് സെക്കൻഡ് ലാംഗ്വേജ് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത്. മക്കളെ, ഒരു കൺഫ്യൂഷനും വേണ്ട. സാധാരണഗതിയിൽ നമുക്ക് സ്കൂളിൽ ലഭിക്കുന്ന സെക്കൻഡ് ലാംഗ്വേജ് ഏതൊക്കെയാണ്? നോർമൽ ആയിട്ട് മലയാളം ഉണ്ടായിരിക്കും, അറബിക് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഹിന്ദി ഉണ്ടായിരിക്കും. ചില സ്കൂളുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉറുദു, സാൻസ്ക്രിറ്റ് പോലുള്ള സബ്ജക്റ്റുകൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. സോ മക്കളെ, ഇതിലേത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് വലിയ കൺഫ്യൂഷൻ ആയിട്ട് നടക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. മക്കളെ, സാധാരണഗതിയിൽ മലയാളം എടുക്കുന്ന സമയത്ത് ഒരുപാട് എഴുതാനുണ്ടാവുമെന്നും ഹിന്ദി എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ബാക്കി ഏതെടുത്തു കഴിഞ്ഞാലും വളരെ കുറച്ച് എഴുതാനുണ്ടാവുള്ളൂ എന്നുള്ള ഒരു ധാരണ സാധാരണഗതിയിൽ മക്കളുടെ എല്ലാവരുടെയും ഉള്ളിൽ ചിലപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. മക്കളെ, ഇത് ഒരു ഫാക്ട് തന്നെയാണ്. സാധാരണഗതിയിൽ മലയാളം നമ്മൾ അത്യാവശ്യത്തിൽ നന്നായിട്ട് തന്നെ എഴുതാനുണ്ടായിരിക്കും. എന്നാൽ ഹിന്ദിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്ര കണ്ട് നമുക്ക് ബാക്കിയുള്ളത് പോലെ എഴുതാനുണ്ടായിരിക്കില്ല. സോ ഹിന്ദി എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ബാക്കിയുള്ള സബ്ജക്ട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അധികം എഴുതാതെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊരു ഫാക്ട് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾക്ക് മുൻപ് പഠിച്ച് പരിചയമുള്ള സബ്ജക്ട്. ഇപ്പം 10ാം ക്ലാസ് വരെ അറബിക് പഠിച്ചിട്ടുള്ള മക്കൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അറബിക് തന്നെ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ ആയിട്ട് മുമ്പിൽ കാണാൻ വേണ്ടി പറ്റുക. അല്ലെങ്കിൽ ഹിന്ദി നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉള്ള സബ്ജക്ട് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഹിന്ദി നിങ്ങൾ ലാംഗ്വേജ് ആയിട്ട് തിരഞ്ഞെടുക്കുക. അതല്ല ഉറുദു ആണോ അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് ആണോ, ഉറുദു സാൻസ്ക്രിറ്റ് പോലുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരഞ്ഞെടുക്കുന്നത് വളരെ മികച്ച ഒരു തീരുമാനം തന്നെ ആയിരിക്കും. കാരണം ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് നല്ല മികച്ച സ്കോർ നേടിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾക്ക് 1200 നമ്മുടെ ടോട്ടൽ +1 +2 മാർക്ക് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 200 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ സെക്കൻഡ് ലാംഗ്വേജിലാണ് നമ്മൾക്ക് ഇരിക്കുന്നത്. സോ മക്കളെ, വൈസ് ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എയ്ഗൺ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എയ്ഗണിന്റെ യൂട്യൂബ് ചാനലിൽ സെക്കൻഡ് ലാംഗ്വേജിന്റെ ക്ലാസ്സുകൾ അടക്കം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മക്കളെ, മടിക്കാതെ മുമ്പോട്ട് വരാം.